പ്രോസസ്സിൻ്റെ നമ്മുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവിഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് റിവിഷനിലോട്ട് പോകാം. നമുക്ക് ചാപ്റ്റർ മൊത്തമായിട്ടല്ല, ചാപ്റ്ററിൽ ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഭാഗം വരെ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസിനെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഹൗ ഡു വി ടെൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് അലൈവ് ആൻഡ് വാട്ട് ഈസ് നോട്ട് അലൈവ്? അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു അലൈവായിട്ടുള്ള ഒരു ജീവനോടെ ഇരിക്കുന്നതും അതേപോലെ ജീവനില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? If we see a dog running or a cow chewing cud or a man shouting loudly on the street, we know that these are living beings. അല്ലേ? അതായത് ഇപ്പോൾ ഒരു നായ ഓടുകയാണെങ്കിലോ അല്ലെങ്കിൽ പശു എന്ത് ചെയ്യാണ്, പുല്ല് തിന്നുകയാണെങ്കിലോ അതേപോലെ തന്നെ ഒരു മനുഷ്യൻ കിടന്ന് ഒച്ചത്തിൽ സംസാരിക്കുകയാണെങ്കിലോ ഒക്കെ നമുക്കറിയാം ഇവരെന്താണ്, ലിവിങ് ബീയിങ്സ് ആണ് അല്ലേ. കാരണം ഓരോരോ ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി സേ ദാറ്റ് ദി ആർ ലിവിങ് ബീയിങ്സ്. വാട്ട് ഇഫ് ദി ഡോഗ് ഓർ ദി കൗ ഓർ ദി മാൻ were asleep? We would still think that they were alive. But how did we know that? ഇനി ഇവരെല്ലാവരും കിടന്ന് ഉറങ്ങുകയാണെങ്കിലോ എന്തു ചെയ്യും? ഇവരാരും ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല. പകരം ഈ ഡോഗും കൗവും മാനും ഒക്കെ എന്ത് ചെയ്യണം, ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തു പറയും? യെസ്, ദി ആർ അലൈവ് അല്ലേ, അവരെന്താണ്, അവർ ജീവനോടുണ്ടെന്ന് നമ്മൾ പറയും. ബട്ട് ഹൗ ഡിഡ് വി നോ ദാറ്റ്? നമുക്കെങ്ങനെയാണത് അറിയാം? വി സീ ദം ബ്രീത്തിങ് ബിക്കോസ് വി ക്യാൻ സീ ദാറ്റ് ദി ആർ ടേക്കിംഗ് ബ്രെത്ത് അല്ലേ. അവരെന്തെടുക്കുന്നുണ്ട്? എയർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് അവർ എന്തു ചെയ്യുന്നുണ്ട്? എക്സൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? അവരുടെ ബ്രീത്തിങ് നടക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം അവർ ഉറങ്ങുകയാണെങ്കിലും അവരെന്താണ്, അലൈവാണ്. ഓക്കെ, സോ ദാറ്റ് വി നോ ദാറ്റ് ദി ആർ അലൈവ്. വാട്ട് അബൌട്ട് പ്ലാന്റ്സ്? ഇനി നമ്മളിപ്പം മനുഷ്യന്മാരെ പറ്റിയിട്ടും ആനിമൽസിനെ പറ്റിയിട്ടും പറഞ്ഞു. ഇനി നമ്മൾ വാട്ട് അബൌട്ട് ദി പ്ലാന്റ്സ്? ഹൗ ഡു വി നോ ദാറ്റ് ദി ആർ അലൈവ്? ഇനി നമുക്കെങ്ങനെയാണ് പ്ലാന്റ്സ് ജീവനോടുള്ളതാണോ ജീവനില്ലാത്തതാണോ നമുക്കെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? വി സീ ദം ഗ്രീൻ. സം ഓഫ് us വിൽ സേ, ബട്ട് വാട്ട് അബൌട്ട് പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ലീവ്സ് ഓഫ് കളേഴ്സ് അതർ ദാൻ ഗ്രീൻ? വി സീ ദം ഗ്രീൻ. ഓക്കെ, അപ്പോൾ കുറച്ച് ആൾക്കാർ പറയും അത് നല്ല നല്ല പച്ച കളറാണ്, അതുകൊണ്ട് അത് അലൈവാണ് അല്ലേ. അപ്പം ഈ പച്ച കളർ ഇല്ലാത്ത ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടല്ലേ. അപ്പോൾ അവരുടെ കാര്യം എന്താണ്? സോ ദേ ഗ്രോ ഓവർ ടൈം. വേറൊന്നും നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ പ്ലാന്റ്സ് നമ്മുടെ സീഡാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതിന് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഓരോ സമയത്തിലും അതിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ദേ ഗ്രോ ഓവർ ടൈം. സോ വി നോ ദാറ്റ് ദി ആർ അലൈവ്. അതിന് ഗ്രോത്ത് സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആ പ്ലാന്റ് എന്താണ്, അലൈവാണ്. Some will say. In other words, we tend to think of some sort of movement that happens in the plants, either growth related or not. Okay, ചിലപ്പം ഗ്രോത്ത് റിലേറ്റഡ് ആയിരിക്കും, അല്ലാതെ ഉള്ള പല മൂവ്മെൻറ്റ്സും പ്ലാന്റ്സ് കാണിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ അലൈവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദി കോമൺ എവിഡൻസ് ഫോർ ബീയിങ് അലൈവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അത് ജീവനോടെ ഉണ്ട് അല്ലെങ്കിൽ അലൈവ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കോമൺ എവിഡൻസ് എന്ന് പറയുന്നത്. ബട്ട് എ പ്ലാന്റ് ദാറ്റ് ഈസ് നോട്ട് വിസിബിളി ഗ്രോയിങ് ഈസ് സ്റ്റിൽ അലൈവ്. ഓക്കെ, ഇനി നമുക്കൊരു പ്ലാന്റിനെ നമ്മൾ എങ്ങനെയാണ് അലൈവ് ആണെന്ന് പറയുന്നത്? അത് വളരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അലൈവ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. പക്ഷേ നമ്മുടെ മുന്നിൽ ഗ്രോയിങ് നടക്കാത്ത പ്ലാന്റ്സും എന്താണ്, അതായത് നമ്മുടെ കൺമുന്നിൽ ഗ്രോയിങ് നടക്കാത്ത. ഓക്കെ, ബട്ട് എ പ്ലാന്റ് ദാറ്റ് ഈസ് നോട്ട് വിസിബിളി ഗ്രോയിങ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പം, ബട്ട് ദാറ്റ് ഓൾസോ സ്റ്റിൽ അലൈവ്. ഓക്കെ, ആൻഡ് ഓൾസോ സം ആനിമൽസ് ക്യാൻ ബ്രീത്ത് വിത്തൗട്ട് വിസിബിൾ മൂവ്മെൻറ്റ്സ്.
movements. So using visible movements as the defining characteristic of life is not enough. So നമ്മൾ കാണുന്നത് മാത്രമായിരിക്കില്ല ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് അലൈവ് ആണെന്ന് തീരുമാനിക്കുന്നത് അല്ലേ. വേറെയും പല കാര്യങ്ങളും എന്തിന് തീരുമാനിക്കുന്നുണ്ട്, അത് അലൈവ് ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട്, സോ വാട്ട് ആർ ദി മെയിൻ്റനൻസ് പ്രോസസ് ഇൻ ലിവിങ് ഓർഗാനിസം, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതായത് ഒരു ലിവിങ് തിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ അലൈവ് ആണെന്ന് പറയാനുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, so it is called life processes. Okay, maintenance process in the living organisms are known to be life processes. Okay, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ്. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ്റനൻസ് പ്രോസസ് ഇൻ ലിവിങ് ഓർഗാനിസം. മെയിൻ്റനൻസ് പ്രോസസ് ഇൻ ലിവിങ് ഓർഗാനിസം. Okay, so what are the life process? So the maintenance function of living organism must go on even when they are not doing anything particular. അതായത് ഒരു ലിവിങ് ഓർഗാനിസം, നമ്മൾ പറഞ്ഞു ഏതൊരു ഓർഗാനിസം അലൈവ് ആയിരിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് അതിൻ്റെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ഓർഗാനിസം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും, ഇഫ് ദേ ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് പെർട്ടിക്കുലർ, the maintenance functions of a living organism should go on. ഓക്കെ, അവരുടെ ബോഡീൻ്റെ അകത്ത് ഈ മെയിൻ്റനൻസ് ഫങ്ഷൻ ഏതൊരു ലിവിങ് ഓർഗാനിസം ആണെങ്കിലും അതിപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കണം ഈ മെയിൻ്റനൻസ് ഫങ്ഷൻ. ഓക്കെ, even when we are sitting in class, even if we are just asleep, this maintenance job has to go on. ഓക്കെ, നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിലോ നമ്മളിപ്പോൾ ഉറങ്ങുവാണെങ്കിലോ ഒന്നും ചെയ്യുന്നില്ലെങ്കിലോ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ ബോഡിയുടെ അകത്ത് ആ മെയിൻ്റനൻസ് ജോബ് ഇറ്റ് ഹാസ് ടു ബി ഗോ ഓൺ. So the process which together perform these maintenance jobs are life process. അപ്പോൾ എന്താണ് ലൈഫ് പ്രോസസ്? The processes, so there are different processes like nutrition, excretion, transportations, control and coordination, reproduction. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ഓർഗാനിസം ജീവനോടെ ഉണ്ടെന്ന് നമ്മൾ തെളിയിക്കുന്ന ചില പ്രോസസ്സുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ദ പ്രോസസ്സസ് which together perform these maintenance jobs are life processes. ഓക്കെ, അതായത് എല്ലാ പ്രോസസ്സുകളും എന്താണ് ഒരുമിച്ച് പെർഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ബോഡിയുടെ അകത്ത് ഈ മെയിൻ്റനൻസ് ജോബ് ചെയ്യുന്ന ഈ എല്ലാ പ്രോസസ്സുകളെയും കൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, so what is the need of this maintenance process? Since these maintenance process are needed to prevent damage and breakdown, it has to be done, or it is needed, this maintenance process needed to prevent damages and breakdown. Energy is needed for them. This energy comes from outside the body അല്ലേ. നമ്മുടെ ഹെറ്ററോട്രോഫിക് ഓർഗാനിസത്തിന് എനർജി എവിടെ നിന്നാണ് വരുന്നത്? ഔട്ട്സൈഡ് ദി ബോഡി അല്ലേ. അവരുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഔട്ട്സൈഡ് ദി ബോഡി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇപ്പം നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എനർജി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബോഡിയുടെ ഔട്ട്സൈഡിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നത് അല്ലേ. സോ ദർ മസ്റ്റ് ബി എ പ്രോസസ് to transfer a source of energy from outside the body of the organism, which we call food. So there must be a process to transfer a source of energy from outside the body of the organism. അപ്പം നമ്മുടെ ബോഡിയുടെ അകത്തേക്ക്, നമ്മുടെ ബോഡീൻ്റെ പുറത്ത് നിന്ന് എനർജി നമ്മുടെ അകത്തേക്ക് വരണമെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടന്നിരിക്കണം. ആ പ്രോസസ്സ് നടന്നിരിക്കണം അല്ലേ. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയുടെ അകത്ത് എന്ത് കിട്ടുള്ളൂ, നമുക്ക് എനർജി കിട്ടുള്ളൂ. സോ വിച്ച് വി കോൾ ഫുഡ് ടു ദി ഇൻസൈഡ് എ പ്രോസസ് വി കോമൺലി കോൾ ന്യൂട്രീഷൻ. അങ്ങനെ നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് എനർജി കിട്ടുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ? കോമൺലി കോൾഡ് ന്യൂട്രീഷൻ. ഓക്കെ, if the body size of the organism is to grow, additional raw material will also be needed from the outside.
ഇനി നമ്മുടെ ഓർഗാനിസത്തിൻ്റെ ഏതൊരു ഓർഗാനിസം ആയാലും ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, അത്യാവശ്യമാണ്. സോ ഇഫ് ദി ബോഡി സൈസ് ഓഫ് ദി ഓർഗാനിസം യൂസ് ടു ഗ്രോ, അഡീഷണൽ റോ മെറ്റീരിയൽസ് അതിന് ആവശ്യമാണ്. അതും എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഓൾസോ ഗെറ്റിംഗ് അസ് ഫ്രം ദി ഔട്ട്സൈഡ്. സിൻസ് ലൈഫ് ഓൺ എർത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ്, മോസ്റ്റ് ഓഫ് ദീസ് ഫുഡ് സോഴ്സസ് ആർ ഓൾസോ കാർബൺ ബേസ്ഡ്. അതായത് നമ്മുടെ ഏർത്തിലുള്ള ലൈഫ് എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ്, അല്ലേ? കാർബൺ ബേസ്ഡ് മോളിക്യൂൾസിനെയാണ് നമ്മുടെ ഏതൊരു ലൈഫ് ഓർഗാനിസം ആയാലും, ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ഓർഗാനിസം ആയാലും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർബൺ ബേസ്ഡ് മോളിക്യൂൾസിനെയാണ്. സോ മോസ്റ്റ് ഓഫ് ദീസ് ഫുഡ് സോഴ്സസ് ആർ ഓൾസോ കാർബൺ ബേസ്ഡ്. അപ്പം നമ്മളെടുക്കുന്ന ഏതൊരു ഫുഡ് ഐറ്റം ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഫുഡ് സോഴ്സ് ആണെങ്കിലും ഇറ്റ് ഈസ് ഓൾസോ എ കാർബൺ ബേസ്ഡ് ഫുഡ് സോഴ്സ്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോംപ്ലക്സിറ്റി ഓഫ് ദീസ് കാർബൺ സോഴ്സസ്, different organisms can then use different kinds of nutritional process. The outside source of energy could be quite varied. Okay, അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയുടെ ഔട്ട്സൈഡിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫുഡ് കിട്ടുന്നത്, അല്ലേ? ആ ഫുഡ് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന സമയത്താണ് നമുക്ക് എനർജി ഫോം ചെയ്യുന്നത്. അപ്പോൾ ദ ഔട്ട്സൈഡ് സോഴ്സ് ഓഫ് എനർജി, അപ്പോൾ ആ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? പല രീതിയിലുള്ള ഫുഡായിരിക്കും, അല്ലേ? അപ്പോൾ സിൻസ് ദി എൻവിറോൺമെൻറ്റ് ഈസ് നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ഇൻഡിവിജ്വൽ ഓർഗാനിസം, these source of energy therefore need to be broken down or built up in the body and must be finally converted to a uniform source of energy that can be used for the various molecular movements needed for maintaining living structures. അതായത് നമുക്കറിയാം നമ്മുടെ പുറത്തുനിന്നുള്ള ഫുഡെന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. അതിപ്പം കാർബോഹൈഡ്രേറ്റ് ഫുഡ് ആയിക്കോട്ടെ, പ്രോട്ടീനേഷ്യസ് ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാറ്റ് ഇൻക്ലൂഡഡ് ഫുഡ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഫുഡ് ആയിക്കോട്ടെ, അത് നമ്മുടെ അകത്തേക്ക് എത്തുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ബ്രോക്കൺ ഡൗൺ. Okay, it should be broken down and built up in the body and it must be finally converted to a uniform source of energy. അങ്ങനെ ഇതെല്ലാം കൂടി എന്തായിട്ട് മാറണം? അത് നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്ന എനർജി എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഫൈനലി കൺവേർട്ട് ടു എ യൂണിഫോം സോഴ്സ് ഓഫ് എനർജി. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡീൻ്റെ നമ്മുടെ ലിവിങ് സ്ട്രക്ചറിന് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഒരു യൂണിഫോം സോഴ്സ് ഓഫ് എനർജി ആയിട്ട് മാറ്റണം. ഓക്കെ, നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന എനർജി എന്ത് ടൈപ്പ് ആയിക്കോട്ടെ, അത് നമ്മുടെ അകത്തെത്തുമ്പോൾ എന്തായിട്ട് മാറണം? ഒരു യൂണിഫോം സോഴ്സ് ഓഫ് എനർജി ആയിട്ട് മാറണം. ഓക്കെ, so for this a series of chemical reactions in the body are necessary. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് പുറത്തുനിന്ന് നമ്മൾ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന അല്ലെങ്കിൽ സോഴ്സ് ഓഫ് എനർജി ഡിഫറെൻ്റ് ആണ് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്. ഇനി അതിനെ നമ്മൾ ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് അതിനെ എന്താക്കി മാറ്റണം? ഒരു യൂണിഫോം സോഴ്സ് ഓഫ് എനർജിയാക്കി മാറ്റണം. എന്നിട്ട് മാത്രമേ ആ യൂണിഫോം സോഴ്സ് ഓഫ് എനർജി മാത്രമേ നമുക്ക് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇത്രയും പ്രോസസ്സ് നടക്കണമെങ്കിൽ there should be a chemical reaction. A series of chemical reaction should be happened in the body, അല്ലേ? അപ്പം നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരു സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ് ആർ സം ഓഫ് ദി മോസ്റ്റ് കോമൺ കെമിക്കൽ മീൻസ് ടു ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ്. ഓക്കെ, ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ് ആണ് മെയിൻലി നമ്മുടെ മോളിക്യൂൾസിനെ ബ്രേക്കൺ ഡൗൺ ചെയ്യാനായിട്ട് നടക്കുന്ന കോമൺ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ ദീസ് മെനി ഓർഗാനിസം യൂസ് ഓക്സിജൻ സോഴ്സ്ഡ് ഫ്രം ഔട്ട്സൈഡ് ദി ബോഡി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മെനി ഓഫ് ദി ഓർഗാനിസംസ് യൂട്ടിലൈസ് ദി ഓക്സിജൻ ഫ്രം ദി ഔട്ട്സൈഡ്. ഓക്കെ, ഈ കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട്, ഈ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻ ആയിട്ടുള്ള ഈ കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസം യൂസസ് ദി ഓക്സിജൻ ഫ്രം ദി ഔട്ട്സൈഡ് സോഴ്സ്.
Okay, that is outside our body. So the process of acquiring oxygen from outside the body and to use it in the process of breakdown of food source for cellular needs is what we call respiration. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. ബ്രീത്തിങ്ങും റെസ്പിറേഷനും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് അല്ലേ. ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിലിംഗ് ഓഫ് ഓക്സിജൻ, എക്സ്ഹെയിലിംഗ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൽ വെച്ച് നമ്മുടെ എനർജി പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലേ. സെല്ലിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, എനർജി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ആ എനർജി പ്രിപ്പയർ ചെയ്യാൻ എന്ത് ആവശ്യമാണ്? മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസം റിക്വയർ ഓക്സിജൻ ഫോർ ദി ബ്രേക്ക് ഡൗൺ ഓഫ് ദീസ് ഔട്ട്സൈഡ് സോഴ്സ് ഓഫ് എനർജി അല്ലേ. നമ്മുടെ ഫുഡ് സോഴ്സിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ആക്കി മാറ്റണമെങ്കിൽ, എനർജി ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓക്സിജൻ ആവശ്യമാണ്. ഓക്കെ, സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ലൈഫ് പ്രോസസ്സ് പഠിച്ചു, അതേപോലെ തന്നെ റെസ്പിറേഷൻ പഠിച്ചു. ഓക്കെ, ദെൻ ഇൻ ദി കേസ് ഓഫ് സിംഗിൾ സെൽഡ് ഓർഗാനിസം, അതായത് സിംഗിൾ സെല്ലായിട്ടുള്ള എക്സാമ്പിൾ അമീബ എന്താണ്, ഒരു സിംഗിൾ സെല്ലാണ്. സോ ഇൻ ദി കേസ് ഓഫ് എ സിംഗിൾ സെൽഡ് ഓർഗാനിസം നോ സ്പെസിഫിക് ഓർഗൻസ് ഫോർ ടേക്കിംഗ് ഇൻ ഫുഡ് അല്ലേ. അമീബയ്ക്ക് എന്തില്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഗൻ ഇല്ല എന്തിനു വേണ്ടിയിട്ട്, ഫോർ ടേക്കിംഗ് ഫുഡ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓർ റിമൂവൽ ഓഫ് വേസ്റ്റ് മേ ബി നീഡഡ് ബിക്കോസ് ദി എൻറ്റയർ സർഫേസ് ഓഫ് ദി ഓർഗാനിസം ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി എൻവിറോൺമെൻറ്റ്. അതായത് നമ്മുടെ അമീബ പോലുള്ള ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസത്തിന് എന്തില്ല, ഒരു സ്പെസിഫിക് ഓർഗൻസ് ഇല്ല. എന്തിനൊക്കെ, ഫുഡ് എടുക്കാനോ അതേപോലെ തന്നെ ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബോഡിയുടെ അകത്തുണ്ടായിരിക്കുന്ന വേസ്റ്റിനെ റിമൂവ് ചെയ്യാനോ അവർക്ക് പ്രത്യേകമായിട്ട് നമ്മളെപ്പോലെ എന്തില്ല, ഓർഗൻസ് ഇല്ല. ഓക്കെ, സോ ദിയർ entire surface of the organism is in contact with the environment. But what happens when the body size of the organism increases and the body design become more complex? അപ്പോൾ നമ്മുടെ സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസത്തിന് പ്രത്യേകിച്ചിട്ട് ഒരു ഓർഗൻ്റെ ആവശ്യമില്ല. ബട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദി സൈസ് ഓഫ് ദി ബോഡി ഇൻക്രീസസ്? നമ്മുടെ ബോഡിയുടെ സൈസ് ഇൻക്രീസ് ചെയ്താൽ അല്ലെങ്കിൽ ദ ബോഡി ഡിസൈൻ ബിക്കം മോർ കോംപ്ലെക്സ് സ്ട്രക്ചറായിട്ട് മാറിയാൽ എന്താണ് സംഭവിക്കുക? അതാണ് നമ്മുടെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത് അല്ലേ. ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഓൾ ദി സെൽസ് മെ നോട്ട് ബി ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദി സറൗണ്ടിങ് എൻവിറോൺമെൻറ്റ്. അതായത് നമ്മുടെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ സെൽസ് എന്തല്ല, നമ്മുടെ എൻവിറോൺമെൻറ്റുമായിട്ട് സറൗണ്ടിങ് എൻവിറോൺമെൻറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലല്ല ഉള്ളത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? സോ ദ സിമ്പിൾ ഡിഫ്യൂഷൻ വിൽ നോട്ട് മീറ്റ് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ഓൾ ദി സെൽ. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തിന് സഹായകരമാവില്ല? നമ്മുടെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ എല്ലാ സെൽസിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് ഈ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കില്ല. Okay, because their body organization is very complex in the multicellular organism. Okay, so simple diffusion is not enough for fulfilling the requirements of all the cells. So multicellular organism എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it's more than 2 അല്ലേ. more than 2 cells are there, then it is called a multicellular organism അല്ലേ. എന്നാൽ യൂണിസെല്ലുലാർ അല്ലെ സിംഗിൾ സെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സെല്ലിൽ മാത്രമേ ആ ഓർഗാനിസത്തിന് ഉണ്ടാവുള്ളൂ. So we have seen previously how in multicellular organism various body parts have specialized in the functions they perform. We are familiar with the idea of these specialized tissues and with their organization in the body of organism. It is therefore not surprising that the uptake of food and the oxygen will also be the function of special tissues. However, this poses a problem since the food and oxygen are now taken up at one place in the body of the organism while all parts of the body need them. This situation creates a need for transportation system for carrying food and oxygen from one place to another in the body. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ അതായത് ഇപ്പോൾ റെസ്പിറേഷൻ ആണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് വേ ഉണ്ട്, അതേപോലെ തന്നെ
നമുക്ക് ഫുഡ് എടുക്കാനാണെങ്കിൽ വേറൊരു ഡിഫറെൻറ്റ് വേ ഉണ്ട് അല്ലേ, അത് നമ്മുടെ ബോഡിയിൽ. സോ it is therefore not surprising that the uptake of food and oxygen will also be the function of specialized tissue. Okay, however, this process poses a problem since the food and oxygen are now taken up at one place in the body of the organism. അല്ലേ, ആ ഫുഡും ഓക്സിജനും എവിടേക്കാണ് ചെല്ലുന്നത്? നമ്മുടെ ഓർഗാനിസത്തിൻ്റെ സെല്ലിൻ്റെ അകത്തേക്ക് പോകുന്നു. അപ്പം പിന്നെന്താണ് സംഭവിക്കേണ്ടത്? ഇറ്റ് ഈസ് റിക്വയർഡ് ബൈ ഓൾ പാർട്സ് ഓഫ് ദി ബോഡി ദാറ്റ് എനർജി മെയ്ഡ് ഇൻ ദാറ്റ് സെൽ ഷുഡ് ബി ഗിവൺ ഇറ്റ് ഷുഡ് ബി ഗിവൺ ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡി. അപ്പോൾ അതെങ്ങനെയാണ്? സോ ദിസ് സിറ്റുവേഷൻ ക്രിയേറ്റ്സ് എ നീഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അത് എല്ലായിടത്തേക്കും എത്തിക്കണം അല്ലേ, ഈ ഓക്സിജനെയും ഈ ഗ്ലൂക്കോസിനെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ഫുഡിനെയും എവിടേക്ക് എത്തിക്കണം? നമുക്ക് നമ്മുടെ ബോഡീൻ്റെ എല്ലാ പാർട്സിലേക്കും എത്തിക്കണം. സോ ദിസ് സിറ്റുവേഷൻ ക്രിയേറ്റ്സ് എ നീഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അപ്പോൾ ഇതെന്താണ്? ഈ ഒരു സിറ്റുവേഷൻ എന്തിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്? ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന്, നമ്മുടെ ബോഡിയിലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫോർ ക്യാരിയിങ് ദി ഫുഡ് ആൻഡ് ഓക്സിജൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ ദി ബോഡി. നമ്മുടെ ബോഡീൻ്റെ പല ഭാഗത്തേക്ക് ഈ ഫുഡ് ആൻഡ് ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ആരാണ് സഹായിക്കുന്നത്? നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് സഹായിക്കുന്നത്. സോ ഇൻ ദി ലൈഫ് പ്രോസസ് ദ തേർഡ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഡിഫറെൻറ്റ് ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂട്രീഷനാണ്, രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്, പിന്നെ റെസ്പിറേഷനാണ്, മൂന്നാമതായിട്ട് പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ദെൻ നമുക്ക് അടുത്ത സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? പുറത്തുനിന്ന് ഫുഡ് സോഴ്സ്, അതായത് എനർജി സോഴ്സ് നമ്മൾ ഔട്ട്സൈഡ് ദി ബോഡിയിൽ നിന്ന് ഉള്ളിലേക്ക് എടുത്തു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഉള്ളിലേക്ക് എടുത്ത് എനർജി ഫോം ചെയ്യിപ്പിച്ചു. ആ പ്രോസസ്സായിരുന്നു ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഫുഡ് സോഴ്സ് എടുത്തതിൻ്റെ ശേഷം അത് നമ്മുടെ ബോഡിയുടെ അകത്തുള്ള സെൽസിന് എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ് അല്ലേ. കാരണം നമ്മുടെ ബോഡിയിലെ മെയിൻ്റനൻസ് വർക്ക് നടക്കണമെങ്കിൽ അതിന് എന്ത് വേണം? വർക്ക് ചെയ്യാനുള്ള എനർജി വേണം. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ എന്ത് ആദ്യം സംഭവിക്കണം? നമ്മുടെ ഈ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഈ സോഴ്സ് ഓഫ് ഫുഡിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യിച്ചു. അതിനാണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഫുഡ് സോഴ്സിനെ നമുക്ക് എനർജി ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഒരാളെ ആവശ്യം കൂടെ ഉണ്ട്. അതാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജനും ഈ ഫുഡ് സോഴ്സും നമ്മുടെ സെല്ലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എനർജി പ്രിപ്പയർ ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു. പിന്നെ ഈ ഫുഡ് സോഴ്സിനെയും അതേപോലെ തന്നെ ഓക്സിജനെയും നമ്മുടെ ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കണം അല്ലേ. കാരണം എല്ലാ പാർട്സിനും എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. അപ്പോൾ ഇതിന് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡീനെ സഹായിക്കുന്ന സിസ്റ്റം എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ഓക്കെ, ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഓക്സിജനെയും ഫുഡ് സോഴ്സിനെയും നമ്മുടെ സെല്ലിലേക്ക് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. സോ വെൻ കെമിക്കൽ റിയാക്ഷൻസ് യൂസസ് ദി കാർബൺ സോഴ്സസ് ആൻഡ് ദി ഓക്സിജൻ ഫോർ energy generation, they create byproducts that are not only useless for the cells of the body but could even be harmful. അപ്പം ഈ കാർബൺ സോഴ്സിനെയും ഓക്സിജനെയും ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡീൻ്റെ അകത്തുള്ള സെൽസ് എന്ത് പ്രിപ്പയർ ചെയ്യും? പ്രോഡക്റ്റ്സ് പ്രിപ്പയർ ചെയ്യും അല്ലേ. ആ പ്രോഡക്റ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ലെസ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ യൂസ്ലെസ് മാത്രമല്ല, അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അത് അക്യുമുലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഹാംഫുള്ളായിട്ട് മാറാവുന്നതുമായിട്ടുള്ള സബ്സ്റ്റൻസാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ ദീസ് വേസ്റ്റ് ബൈ പ്രൊഡക്ട്സ് ആർ ദെയർഫോർ നീഡ് ടു ബി റിമൂവ്ഡ് ഫ്രം ദി ബോഡി. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ആ വേസ്റ്റ് പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് റിമൂവ് ചെയ്യണം അല്ലേ. അപ്പം it should be removed from the body and discarded outside by the process called excretion. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അതായത് റിമൂവൽ ഓഫ് ദി അൺവാണ്ടഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം അവർ ബോഡി ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് എക്സ്ക്രീഷൻ. ഓക്കെ, സോ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് എന്താണ്? സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഉണ്ട്. ദർ ആർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഫോർ എക്സ്ക്രീഷൻ.
that will be developed in the multicellular organism. Okay, so transport system will need to transport waste away from the cell to these excretory tissues. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇവിടെയും സഹായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു റിമൂവ് ദി വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദി സെൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി റീച്ച്ഡ് ഓൺ ദി എക്സ്ക്രീറ്ററി ടിഷ്യൂസ് അല്ലേ? എക്സ്ക്രീറ്ററി ടിഷ്യൂസിലേക്ക് ഈ വേസ്റ്റ് പ്രോഡക്ട്സിനെ ക്യാരി ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലൈഫ് പ്രോസസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ. ഓക്കെ, which of the following is an incorrect statement? Organism grow with time. Organism must repair and maintain their structure. Movement of molecules does not take place among cells. Energy is essential for